16-ാം കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. പ്രോടേം സ്പീക്കറായ ജി സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. എംഎൽഎ ആയുള്ള സത്യപ്രതിജ്ഞയിലും പിതാവിന്റെ പേരായ ദാമോദര മേനോൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവർത്തിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഊഷ്മള രംഗങ്ങളാണ് സഭയിലുണ്ടായത്. ഡെസ്കിൽ കൈയടിച്ചാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പിണറായി വിജയനെ എതിരേറ്റത്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നീങ്ങി പിണറായിക്ക് ഹസ്തദാനം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കുന്നംകുളം MLA AC മൊയ്തീനാണ് LDFിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ NDA സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. കേരള നിയമസഭയിൽ ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് NDAയുടെ സ്ഥാനാർത്ഥി. വൈരം മറന്ന നേതാക്കൾ സൗഹൃദം പങ്കിടുമ്പോൾ അത് കണ്ടപ്പോൾ പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിനാണോ 16-ാം നിയമസഭ സാക്ഷ്യം വഹിക്കുക എന്ന ചോദ്യം വരുന്നുണ്ട്. കാണാം RDX റാപ്പ്. പ്രോടേം സ്പീക്കറായ ജി സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ പതിച്ച് ടീഷർട്ട് ധരിച്ച് ചാണ്ടിയുമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയതും കൗതുകമായി. തൃത്താലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട VT ബൽറാമും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനായി. UDFിൽ നിന്നുള്ള യുവ MLAമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ VT ബൽറാം സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ദേവികുളം MLA F രാജ തമിഴിലും മഞ്ചേശ്വരം MLA തുളുവിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, മാണി C കാപ്പൻ, രമേശ് പിഷാരടി, മാത്യു കുഴൽനാടൻ, ഫൈസൽ ബാബു, സന്ദീപ് വാര്യർ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലും പിതാവിന്റെ പേരായ ദാമോദര മേനോൻ ചേർത്തായിരുന്നു VD സതീശന്റെ സത്യപ്രതിജ്ഞ. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ ഏറെ കൗതുകകരമായ നിമിഷങ്ങളാണ് ഉണ്ടാക്കിയത്. പിണറായിയുടെ പേര് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള അംഗങ്ങൾ ഡെസ്കിലടിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കർ ഡയസിലെത്തിയ പിണറായിയെ പ്രോടേം സ്പീക്കറായ ജി സുധാകരൻ മുന്നോട്ട് ചെന്ന് സ്വീകരിച്ചതും നല്ല കാഴ്ചയായി. അത് കാണാം. നിയമസഭയിൽ ഇടത് വിമതരുടെ സത്യപ്രതിജ്ഞയും ഇന്ന് വലിയ ശ്രദ്ധ നേടിയിരുന്നു. തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തത് പിണറായി വിജയന് ഹസ്തദാനം നൽകിയ ശേഷമായിരുന്നു. പയ്യന്നൂർ MLA B കുഞ്ഞികൃഷ്ണൻ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്യുകയും പിണറായി വിജയൻ പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തത് ശ്രദ്ധേയമായി. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ സൈക്കിൾ ചവിട്ടിയാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ചതും കൗതുകമുള്ള കാഴ്ചയായി. അതേസമയം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ പുനഃപരിശോധനയില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചത് ഐകകണ്ഠ്യേനയാണ്. ഇത്തവണ പാർട്ടിയിൽ നടക്കുന്നത് ഗൗരവതരമായ അവലോകന ചർച്ചയാണെന്നും MB ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായിട്ടാണ് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് ചർച്ച ചെയ്തപ്പോൾ സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ചത്. അല്ല, ഞങ്ങൾ വിമർശിക്കാനാണല്ലോ പറഞ്ഞത്. പിന്നെന്താ, നിർദ്ദയമായിട്ട് വിമർശിക്കണം. പിന്നെന്താ സംശയം? വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇതാണ്, അതായത് കഴിഞ്ഞ നിയമസഭയിലെ മുഖ്യമന്ത്രി ഇത്തവണ ഇപ്പുറത്തെ കസേരയിൽ, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പുറത്തെ മുഖ്യമന്ത്രിയായിട്ട്, പിന്നെ ഒരു കാലത്തില്ലാത്ത വിധം 3 BJPയുടെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
സാധാരണഗതിയിൽ CPM എന്ന് പോയ ആളുകൾ MP രാഘവനെ പോലെ വരികയാണെങ്കിൽ വലിയ കലിപ്പായിരിക്കും, അങ്ങോട്ടും കൊണ്ട് ദേഷ്യത്തോടെയാണ് നോക്കുക. ഇത്തവണ പക്ഷേ നല്ല സന്തോഷത്തോടെ കൈ കൊടുത്തിട്ട് 3 വിമതന്മാർ അങ്ങനെ. അപ്പോൾ ആകെ രസകരമായിരുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, പിണറായി വിജയൻ ഈ അക്ഷരമാല ക്രമത്തിൽ വിജയനായതുകൊണ്ട് ഏറ്റവും ഒടുവിലായിരിക്കുമല്ലോ ഈ സത്യപ്രതിജ്ഞ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് കാണാൻ ആളുകൾ നന്നായി കാത്തിരുന്നു ഇന്ന് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സത്യപ്രതിജ്ഞ ഏതാണ്ട് കണ്ടു തീർത്തു. അതിൽ തന്നെ ഏറ്റവും കൗതുകകരമായ കാര്യം, അദ്ദേഹം ജി സുധാകരനാണ് പ്രോടൈം സ്പീക്കർ, അദ്ദേഹത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം അവർ തമ്മിൽ പരസ്പരം കാണുമ്പോഴുള്ള അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുമ്പോഴുള്ള കൗതുകം എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും കാത്തിരുന്നു. അത് വളരെ സുന്ദരമായൊരു ദൃശ്യമായി ഇനി ചരിത്രരേഖകളിൽ ഇടം പിടിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ അത് സംഭവിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കറിയില്ല, മനോരമ പറയുന്നതാണ്, അതായത് ഒരു മുതിർന്ന MLA പിണറായി വിജയനോട് ചോദിച്ചത്ര ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്, പ്രോടൈം സ്പീക്കർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, അതാണ് കീഴ്വഴക്കം, ആ കീഴ്വഴക്കം മാറ്റിവെക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഏതോ ഒരു മുതിർന്ന MLAയോട് പിണറായി വിജയൻ പറഞ്ഞതായി മനോരമ പറയുന്നു. എനിക്കറിയില്ല, പക്ഷേ അതെനിക്കറിയില്ല, എന്തായാലും അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് പിണറായി വിജയനെ സ്വീകരിക്കുന്നതും കൗതുകകരമായ ഒരു രംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി അടക്കം വളരെ ഹർഷാരവത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. കാരണം ഏറ്റവും മുതിർന്ന ഒരാളാണ്. മാത്രമല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, കാരണം 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ. അങ്ങനെ ഒരാളിപ്പോൾ പ്രതിപക്ഷ നേതാവായി ആ സഭയിലുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു കൗതുകമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തരക്കേടില്ലായിരുന്നു ഇന്നത്തെ ഈ ആദ്യ ദിനത്തിലെ ഈ സഭാരംഗങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ വിമതരാണെങ്കിലും അതായത് അവർ തന്നെയാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞയെ കൊണ്ടുപോയത്. കാരണം CPIM-ലെ വിമതർ അല്ലെങ്കിൽ CPM വിട്ട് പുറത്തു പോയിട്ട് UDF-നൊപ്പം നിന്ന് മത്സരിച്ചവർ, അവർ രണ്ടുപേരും അതായത് ഒന്ന് ജി സുധാകരൻ്റെ രംഗം, അദ്ദേഹം പ്രോടൈം സ്പീക്കറായിരിക്കുമ്പോൾ അവിടെ നിന്ന് കണ്ടു. മറ്റ് 2 പേരും പിണറായി വിജയൻ്റെ അടുത്ത് ചെന്ന് അഭിവാദ്യം ചെയ്തു എന്നുള്ളത് കൂടിയാണ് വേറൊരു കൗതുകം. അപ്പോൾ അത് കേരളത്തിലെ മുഴുവൻ CPIM പ്രവർത്തകർക്കും എങ്ങനെയായിരിക്കും അവരുടെ ആ കാഴ്ച അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൗതുകത്തോടെ ഞാൻ ആ സമയത്ത് ഓർക്കുകയും ചെയ്തു. മറ്റു കാര്യങ്ങളെടുത്താൽ അതിനുശേഷം വന്ന ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ നമ്പർ KM ഷാജിക്ക് 13-ാം നമ്പർ കാറ് കിട്ടി എന്നുള്ളതാണ്. 13-ാം നമ്പർ അദ്ദേഹം ചോദിച്ചു വാങ്ങി. ഇന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ കൗതുകം എനിക്ക് മാധ്യമങ്ങൾ സമ്മാനിച്ച ഒരു വാർത്ത അതായിരുന്നു. നമ്മളടക്കം എല്ലാവരും എനിക്ക് തോന്നുന്നത് ഒരു പരിധി വിട്ട് KM ഷാജിയെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതായത് മാതൃകാപരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ KM ഷാജി സ്വീകരിച്ചു. 13-ാം നമ്പർ, ആരും മേടിക്കാത്ത 13-ാം നമ്പർ KM ഷാജി സ്വീകരിച്ചല്ലോ, അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിങ്ങനെ നിരന്തരം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ സർക്കാരിൽ 13-ാം നമ്പർ P പ്രസാദ് ഉപയോഗിച്ചിരുന്ന നമ്പറാണ്. അതിനു മുമ്പ് തോമസ് ഐസക്കാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. അതിനു മുമ്പാണ്, അതിനു മുമ്പുള്ള കാലത്താണ്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികതയോടെ നടന്നതാണ്. ഇത് P പ്രസാദിനെ ആരും അഭിനന്ദിച്ചില്ല, ഐസക്കിനെ ആരും അഭിനന്ദിച്ചില്ല. ഷാജിക്ക് ഇത് കിട്ടിയപ്പോൾ അഭിനന്ദന പ്രവാഹം. പക്ഷെ അതിനകത്ത് എനിക്കൊരു കുഴപ്പം തോന്നിയത്, അദ്ദേഹം വന്നിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഇതൊരു പാവൻ നമ്പറാണ്, അതുകൊണ്ട് ഞാനത് ആ നമ്പർ അങ്ങ് എടുത്തു, അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ 13-ാം നമ്പർ ഒഴിവുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെ അത് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു എന്നൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ചൊരു വളരെ കാര്യമായി അങ്ങ് വാചാലനാകുന്നതും കണ്ടു. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ആദ്യം കിട്ടിയത് 9-ആണ് നമ്പർ. ആ നമ്പറിൽ, ആ കാറിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരും ചുറ്റും നിന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, ഷാജിക്ക നമുക്ക് ബാക്കി എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഈ 9-ാം നമ്പർ നമുക്ക് വേണ്ട കേട്ടോ, ഈ 9-ാം നമ്പർ നമുക്ക് വേണ്ട കേട്ടോ. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ 9-ാം നമ്പർ കാർ ഇപ്പം സംഭവിച്ചത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. 9-ാം നമ്പർ കാർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് കൊടുത്തു എന്നോ, അതുകൊണ്ട് ആ നമ്പർ KM ഷാജി മാറി എന്നോ പറയുന്നതിനൊക്കെ അപ്പുറത്ത് 9-ാം നമ്പർ വേണ്ടതല്ല, നമുക്ക് വേണ്ട എന്നുള്ള അണികളുടെ നിരന്തരമായ ആവശ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്, നമുക്ക് മുന്നിലുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു പ്രഖ്യാപിത അടുത്ത UDF സർക്കാർ ആകുമ്പോഴേക്ക് 2 നമ്പറായി, 13-9. അതെ. പിന്നെ ഒരു പ്രഖ്യാപിത ട്രാൻസ്ഫോബിക്കാണ് KM ഷാജി. ആ നിലയ്ക്കുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ പരാതി ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഹസിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുമാണ് അദ്ദേഹത്തിനോട് ആദ്യം ഈ 9-ാം നമ്പർ വേണ്ട നമുക്ക് എന്ന് അണികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. അല്ലാതെ അതിന് വേറെ വിശ്വാസപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അത് വിശ്വാസപരമായി നിലനിൽക്കുന്നതായതുകൊണ്ട് കൂടിയായിരിക്കുമല്ലോ പരമഭക്തനായ രമേശ് ചെന്നിത്തലയ്ക്ക് ആ നമ്പർ ഏറ്റുവാങ്ങുന്നതിന് പ്രശ്നമില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് ഈ വീണത് വിദ്യയാക്കിയതാണോ KM ഷാജി എന്നുള്ള സംശയം ന്യായമായും ഉണ്ട്. അതെന്താണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ എന്താണ് എന്ന് ചിലപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു പരമമായ രഹസ്യമായി ഇങ്ങനെ തന്നെ അങ്ങ് തീരുമായിരിക്കും. പക്ഷേ ഇത്രയ്ക്ക് അങ്ങ് പുകഴ്ത്തേണ്ടതില്ല എന്ന് എനിക്ക് ന്യായമായി തോന്നി. കാരണം ആ നമ്പർ ആദ്യം കിട്ടിയ നമ്പറിൽ നിന്നുള്ള ഈ മാറ്റവും അതിനെ അദ്ദേഹം സ്വീകരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദവും പുകഴ്ത്തലും. കാരണം ഇവിടെ എല്ലാവരും 13-ാം നമ്പറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെയും. പക്ഷേ പിന്നെ ഒരു കാര്യം, ഈ പൊതുവെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലെ 13 നമ്പറിൽ റൂമില്ല എന്നൊക്കെയുള്ളത് ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഒരു അന്ധവിശ്വാസം, അത് സമൂഹത്തിൽ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ഒരു സംഗതിയായി നിൽക്കുമ്പോൾ ആ അന്ധവിശ്വാസം ഉൾക്കൊള്ളേണ്ടതില്ല. അതിനപ്പുറം നമുക്ക് അത് 13 നമ്പർ ഞാൻ എടുത്തോളാം എന്നൊരു തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. അപ്പുറത്ത് മൻമോഹൻ ബംഗ്ലാവിന് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ മൻമോഹൻ ബംഗ്ലാവ് ഇത്തവണയും ചർച്ചയായി, എല്ലാ തവണയും ചർച്ച. ഏത് മന്ത്രിയാണ് മൻമോഹൻ ബംഗ്ലാവിലേക്ക് പോവുക എന്നുള്ളത് അത് OJ ജനീഷ് തീരുമാനിച്ച് എടുത്തതാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, എനിക്ക് മാളയിൽ നിന്നും ലീഡർ താമസിച്ച മന്ത്രിമന്ദിരമാണത്. അതിനോട് എനിക്കൊരു വൈകാരികമായ ഇതുകൊണ്ട് പിന്നെ എനിക്ക് എല്ലാവരും എടുത്ത് അവസാനം വന്നപ്പോൾ 2 ഉണ്ടായിരുന്നുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ മൻമോഹൻ ബംഗ്ലാവ് തന്നെ തിരഞ്ഞെടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചു എന്ന് OJ ജനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർ അവിടെ താമസിച്ചിരുന്നതാണ്. പക്ഷേ UDFൻ്റെ മന്ത്രിമാരാണ് കൂടുതൽ വിശ്വാസപരമായൊക്കെ ഈ കാര്യങ്ങളെ കാണുക. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാനുള്ള OJ ജനീഷിൻ്റെ തീരുമാനത്തെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവൂ. അപ്പോൾ ബാക്കി ഇനി നമുക്ക് ഇങ്ങനെയുള്ള കൗതുകങ്ങൾ വളരെ പെട്ടെന്ന് അവസാനിക്കും. ഗൗരവമായുള്ള വിഷയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഇനി സർക്കാർ കടക്കാനിരിക്കുകയാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം. അതുതന്നെയാണ്. അല്ല, എനിക്ക് പക്ഷേ സത്യത്തിൽ ഇതെല്ലാം ഉണ്ടായെങ്കിലും ഈ മുഖ്യമന്ത്രിയെ ജി സുധാകരൻ മുന്നോട്ട് നിന്ന് പോയതും അദ്ദേഹം എന്തോ പറയുന്നുണ്ട്. ജി സുധാകരൻ 2 ദിവസമായി മുഖ്യമന്ത്രി എന്നുള്ളത് ആവർത്തിക്കുന്നു. പിണറായി വിജയൻ അല്ല, പിണറായി വിജയൻ. അത് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. എനിക്ക് മാറി വരണം, അത് ശീലമായിട്ട് വരണം. അതായത് പിണറായി വിജയനെ ചെന്ന് കണ്ടിട്ട് ജി സുധാകരൻ കാണുന്ന കാഴ്ചയാണ് അദ്ദേഹം രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള വിഷയമായിട്ട് തോന്നിയത്, പലർക്കും എന്ന പോലെ. അതിനകത്ത് ജി സുധാകരൻ എന്തോ പറയുന്നുണ്ട്. അതായത് മുന്നോട്ട് നിന്ന് കൈ കൊടുത്തതിന് ശേഷം എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് പിണറായി ഇങ്ങനെ തോളിൽ തട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം തൊടുന്നു, അവരങ്ങ് പോകുന്നു. അപ്പോൾ എന്തായിരിക്കും അത് പറഞ്ഞത് എന്നുള്ളത് കൗതുകമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ നോർമലി ഇതുവരെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭയിൽ കണ്ടതെല്ലാം CPM നിന്ന് വിട്ടുപോയ ആളുകൾ അതികഠിനമായ ശത്രുതയോടെയാണ് പോവുക. എന്ന് വെച്ചാൽ ആ ശത്രുത പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കാണിക്കുകയും ചെയ്യും. വലിയ എം വി രാഘവനെ സഭയിൽ, അതായത് പുറത്തൊക്കെ വീട് കത്തിച്ചു തല്ലി ഒരുപാട് സംഭവം ഉണ്ടായല്ലോ. അത്രയ്ക്ക് ശത്രുതയാണ്. ഇപ്പോൾ പക്ഷേ ആ ശത്രുതയില്ല. എന്താണ്, ഇവർ 3 പേരും ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടാണ്. പിണറായി വിജയനോട് ജി സുധാകരൻ പോലും ഒരല്പം ഒന്ന് പറഞ്ഞത്, ജി സുധാകരൻ എന്തോ പിണറായി കുറച്ചൊരു കുഴപ്പം പിടിച്ച വാക്കുകൾ ഉപയോഗിച്ചപ്പോഴേ ജി സുധാകരൻ തിരിച്ചങ്ങ് ഒന്ന് ഉടക്കിയിട്ടുള്ളൂ. ബാക്കി ആരും അങ്ങനെ അദ്ദേഹത്തോട് ഉടക്കാൻ വേണ്ടി പോയിട്ടില്ല. പാർട്ടിയോട്, പിന്നെ TK ഗോവിന്ദനാണെങ്കിൽ ഇദ്ദേഹത്തോട്, MV ഗോവിന്ദൻ മാസ്റ്ററോട് പറഞ്ഞു. അല്ലാതെ CPM-നെ വല്ലാതെ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടാണല്ലോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടോട് കൂടിയാണല്ലോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ രസകരമായ കൗതുകം നിറഞ്ഞ അസാധാരണമായൊരു സാഹചര്യം ഉണ്ടാവേണം. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ആകെ നിരാശരായി നിൽക്കുകയാണ് നാട്ടുകാരെല്ലാം, CPM-കാരെല്ലാം. പക്ഷേ പിണറായിയുടെ മുഖത്ത് ഇതെല്ലാം ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എന്ന മട്ടിൽ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടെ വന്നിരുന്നു, സത്യപ്രതിജ്ഞയ്ക്ക് വിധേയമാകുന്നു, അവസാനം വരെ ഇരിക്കുന്നു. ആളുകൾ കൈ തരാൻ വരുമ്പോൾ കൈ കൊടുക്കുന്നു. പോയിട്ട് ഈ ക്ലോസ് എടുത്ത് നോക്കുമ്പോൾ വളരെ ചിരിച്ച് സന്തോഷത്തോടെയാണ് ജി സുധാകരനെ തട്ടുകയൊക്കെ ചെയ്യുന്നത്. അമ്പട കള്ള എന്ന മട്ടിൽ, പുറത്തുപോയി തോറ്റില്ലല്ലോ ജയിച്ചല്ലോ എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കാവുന്ന മട്ടിൽ ഒരു തട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതാണ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഷാജിയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മനാണ് 2 ദിവസത്തെ താരം. അതായത് ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്, ലാലേട്ടൻ ഭയങ്കര ഗംഭീരമാക്കേണ്ട ദൃശ്യത്തിൽ സൂപ്പറാണ്, ആദ്യ ദൃശ്യം 1, ദൃശ്യം 2 എന്നതിനേക്കാൾ ഗംഭീരമായിട്ട് പിന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ്. പക്ഷേ നല്ല പെർഫോമൻസാണ്, ചാണ്ടി ഉമ്മനേക്കാൾ മികച്ച പെർഫോമൻസാണ് എന്നുകൂടെ പറഞ്ഞു. എന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലും മഹാനടൻ്റെ പെർഫോമൻസിനെ പോലും അളക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ട് ചാണ്ടി ഉമ്മൻ്റെ 2 ദിവസത്തെ പെർഫോമൻസ് മാറി. വൻ കരച്ചിൽ, ബഹളം, സൈക്കിൾ പോക്ക്. അപ്പോൾ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കുറച്ച് ചളിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു. അത്ര നല്ല തമാശയല്ല ഈ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് ബോറാണ്. പക്ഷേ എന്നാലും
ആ ചാണ്ടിയുമ്മൻ്റെ പെർഫോമൻസിൻ്റെ മഹത്വത്തെ ഒന്ന് വെളിവാക്കാനും ചിത്രീകരിക്കാനും ദൃശ്യം സിനിമയെ കൂടെ ചേർത്ത് വെച്ചു. എന്നുവെച്ചാൽ അങ്ങ് അത്രമാത്രം ശ്രദ്ധേയമായ പെർഫോമൻസായി. എന്ന് മാത്രമല്ല, നമ്മൾ കേരളത്തിലെ ഏറ്റവും കൊള്ളാവുന്ന എൻ്റർടൈനേഴ്സിൽ ഒരാളായിട്ടുള്ള ഇദ്ദേഹം നമ്മുടെ പാലക്കാട് MLA എവിടെയുണ്ട്, പിഷാരടി, രമേശ് പിഷാരടി. പക്ഷേ രമേശ് പിഷാരടിയേക്കാൾ കൂടുതൽ പെർഫോമൻസ്, ഞാനിപ്പോൾ അദ്ദേഹത്തെ കളിയാക്കൊണ്ട് പറയുന്നൊന്നുമല്ല കേട്ടോ, പെർഫോമൻസ് എന്ന ലെവലിൽ ചാണ്ടിയുമ്മനാണ് വന്ന് ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സത്യം ഒരു കാര്യം ആലോചിച്ച വർഷം, അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. ദീർഘകാലം പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നിന്നു. പുതുപ്പള്ളി എന്ന മണ്ഡലത്തെ ദീർഘകാലം അദ്ദേഹം പ്രതിനിധീകരിച്ചു. പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹത്തോടൊരു വലിയ സ്നേഹാദരവുകളുണ്ട്. അപ്പോൾ പുതുപ്പള്ളിയിൽ പ്രവർത്തിച്ച് വന്ന മറ്റേതെങ്കിലും കോൺഗ്രസ് സാധാരണക്കാരനല്ല, അദ്ദേഹത്തിന് പിതാവിൽ നിന്ന് കിട്ടിയ ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്, കോൺഗ്രസ് വലിയ UDF വലിയ മുൻതൂക്കമുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് എന്തും ചെയ്യാം. ഞാൻ ഫ്ലക്സ് വെക്കേണ്ടതില്ല, ജയിക്കും. ഞാൻ പ്രചാരണത്തിൽ ഇറങ്ങുന്നില്ല, ജയിക്കും. ഞാൻ സൈക്കിൾ ഓടിച്ച് വരൂ, ജയിക്കും. വണ്ടി കയറേണ്ടതില്ല, ഞാൻ നടന്നു പോകാം, ജയിക്കും. എന്ത് ചെയ്താലും ജയിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നല്ല പെർഫോമൻസ് അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ എല്ലാ MLA-മാരെയും പോലെ വലിയ അനക്കമൊന്നും ഉണ്ടാക്കാതെ അവരവൻ്റെ പണിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. പക്ഷേ അങ്ങനെ ഈസിയായിട്ട് കിട്ടിയ, എന്നും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലത്തെ വെച്ച് പോലും അദ്ദേഹം ഇത്രയ്ക്ക് ഡ്രമാറ്റിക്കായുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരള ജനതയ്ക്ക് സമ്മാനിക്കുന്നത് നല്ല ഒരു സന്തോഷകരമായ കാര്യം എനിക്ക് തോന്നി. അതാണ് സത്യത്തിൽ ഈ ഇന്നത്തെ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ വരവും സൈക്കിളിനകത്ത് എടുത്തിട്ട് അതിനകത്തേക്ക് വരുന്നതും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. പക്ഷേ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അദ്ദേഹത്തിന് ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വേണ്ട ഒരു പെർഫോമൻസ് ഒന്നും നടത്താൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകമായിട്ട് നമ്മൾ വിഷ്വൽസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇനി ഏതായാലും ഇത് കാര്യത്തിലേക്ക് കടക്കാനുള്ള സമയമാകുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. ജി സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങളാണ് ഇന്ന് പ്രധാനമായും കേരളത്തിലെ സ്നേഹക്കാഴ്ചയായി മാറിയത്. ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ നിയമസഭയുടെ ചരിത്രത്തിലെ കൗതുകകരമായ ഏടുകളിലൊന്നായി തുടരും. CPIM വിമതരായി വിജയിച്ച TK ഗോവിന്ദൻ, B കുഞ്ഞികൃഷ്ണൻ എന്നിവർ രാഷ്ട്രീയ എതിർപ്പുകൾ മറന്നു നടത്തിയ പ്രവൃത്തിയും അതിനോടുള്ള പിണറായി വിജയൻ്റെ പ്രതികരണവുമെല്ലാം പുതുതലമുറ നേതാക്കൾക്കെല്ലാം വലിയൊരു മാതൃകയാണ് സൃഷ്ടിച്ചത്. ജനാധിപത്യ മര്യാദ, പാർലമെൻ്ററി മര്യാദ, പ്രതിപക്ഷ ബഹുമാനം എന്നിവയെല്ലാം നേതാക്കൾ എങ്ങനെ പുലർത്തണമെന്നും ഇന്നത്തെ സംഭവ വികാസങ്ങൾ എല്ലാവരെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 16-ാം കേരള നിയമസഭയുടെ കരുത്തുറ്റ നാളുകളാണ്. പുതുയുഗം എന്ന പോലെ അടിമുടി പുത്തനായ മുഖ്യമന്ത്രി VD സതീശനടങ്ങുന്ന ഭരണപക്ഷവും മുൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള LDFൻ്റെ പ്രതിപക്ഷ നിരയും 3 പേരെന്ന ചരിത്ര വിജയവുമായി എത്തുന്ന NDA അംഗങ്ങളും ഇനി അടുത്ത 5 വർഷക്കാലം സഭയിൽ ഏറ്റുമുട്ടും. ഈ നേതാക്കളെല്ലാം ഇനി അവരവരുടേതായ രാഷ്ട്രീയം പറയും, തർക്കിക്കും. അപ്പോഴെല്ലാം ഇന്ന് കണ്ട പരസ്പര ബഹുമാനത്തിൻ്റെ തുടർച്ചയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.